Hi friends, today we are going to see the next section of tense. In part 1 studies, we have seen the present tense. Today we are going to see past tense. ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുവാൻ പോകുന്നത് past tense ആണ്. മലയാളത്തിൽ ഭൂതകാലമെന്ന് പറയും. What is past tense? എന്താണ് past tense എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്? വളരെ സിമ്പിളായി പറഞ്ഞാൽ ഭൂതകാലത്തിൽ നടന്നതോ നടന്നുകൊണ്ടിരുന്നതോ ഭൂതകാലത്തിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയായതോ ആ എല്ലാ കാര്യങ്ങളെയും പറയാനാണ് നാം പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പാസ്റ്റിൽ അല്ലെങ്കിൽ ഭൂതകാലത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളെയും എക്സ്പ്രസ് ചെയ്യുവാൻ നാം പാസ്റ്റ് ടെൻസ് മാത്രമേ ഉപയോഗിക്കാവൂ. The past tense refers to events that have happened in the past. So in order to express all the past events, we use past tense. നാം പ്രസന്റ് ടെൻസിൽ 4 ഡിവിഷൻ പഠിച്ചു. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിനെയും 4ആയി തിരിക്കുന്നു. അവ ഇങ്ങനെയാണ്: സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇവ മുഴുവനും പഠിക്കുവാൻ കുറച്ച് സമയമെടുക്കുന്നതിനാൽ ഇന്ന് നമ്മൾ ഒന്നാമത്തെ ഡിവിഷനായ സിമ്പിൾ പാസ്റ്റ് ടെൻസ് മാത്രമാണ് പഠിക്കാൻ പോകുന്നത്. The simple past tense is used to talk about a completed action in the time before now. The time of the action can be in the recent past or distant past, and the action duration is not important. If we know the formula of simple present tense, making a simple past sentence is not difficult. Simple present first form of the verb ആണെങ്കിൽ simple past second form of the verb ചേർത്താൽ മാത്രം മതി. Let's see the formula first, then we will go for the details. Formula ഇതാണ്: subject plus second form of the verb plus object or adverb. ഒന്നുകൂടെ പറയാം: subject plus second form of the verb plus object or adverb. ഒരു സബ്ജക്റ്റ് പറയാമോ? ഞാൻ തന്നെ പറയണം അല്ലേ? റെബേക്ക. റെബേക്ക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേര്, സബ്ജക്റ്റ്. ഓക്കെ, റെബേക്ക പ്ലസ് ഒരു വേർബ് പറയാമോ? ഗോ. ഓക്കെ, നമുക്ക് വേണ്ടത് സെക്കൻഡ് ഫോം ഓഫ് ദ വേർബാണ്. ഗോ, വെൻറ്റ്, ഗോൺ, ഗോയിങ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ് എന്ന് പറയുന്നത് വെൻറ്റ് ആണ്. അപ്പോൾ റെബേക്ക വെൻറ്റ് ടു സ്കൂൾ. റെബേക്ക സ്കൂളിലേക്ക് പോയി. അതുപോലെ കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് പറഞ്ഞു നോക്കാം. ഐ ക്ലീൻഡ് മൈ ഹൗസ്. ഞാൻ എൻ്റെ വീട് വൃത്തിയാക്കി. വി എൻജോയ്ഡ് അവർ ഹോളിഡേയ്സ്. ഞങ്ങളുടെ അവധിക്കാലം ഞങ്ങൾ ആസ്വദിച്ചു. ദേ സ്റ്റഡീഡ് ഇംഗ്ലീഷ് സബ്ജക്റ്റ് യെസ്റ്റർഡേ. അവർ ഇന്നലെ ഇംഗ്ലീഷ് വിഷയം പഠിച്ചു. ആൻസ് ഗ്രാൻഡ് ഫാദർ ഡൈഡ്. ആനിൻ്റെ ഗ്രാൻഡ് ഫാദർ നിര്യാതനായി. വി വെൻറ്റ് ടു ഷിംല ലാസ്റ്റ് ഇയർ. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഷിംലയ്ക്ക് പോയി. അപ്പോൾ സെൻറ്റൻസുകൾ വളരെ സിമ്പിളായി കൺസ്ട്രക്റ്റ് ചെയ്യുവാൻ നിങ്ങൾക്കും പറ്റും. നിങ്ങൾക്ക് വേണ്ടി ഒരു ഹോംവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ് ചേർത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, നൗ ലെറ്റ് us see the uses of simple past tense. സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം. എവിടെയൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ നാം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണമെന്ന് നോക്കാം. ഒന്നാമതായി, to express something that was done or took place in time past. ഭൂതകാലത്തിൽ ചെയ്തതോ സംഭവിച്ചതോ ആയ കാര്യങ്ങൾ പറയുവാൻ നാം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, മേരി വെൻറ്റ് ഔട്ട് ടു പ്ലേ. മേരി പുറത്തേക്ക് കളിക്കാൻ പോയി. ദ ടൈറ്റാനിക് സാങ്ക് ഇൻ ടു ദ സീ. ടൈറ്റാനിക് കടലിൽ മുങ്ങി. വി മെറ്റ് ഹിം ഇൻ ദ ചർച്ച് യെസ്റ്റർഡേ. ഞങ്ങൾ അദ്ദേഹത്തെ ഇന്നലെ പള്ളിയിൽ കണ്ടു. സെക്കൻഡ്, വി യൂസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് വിത്ത് വേർഡ്സ് ഇൻ ദ സെൻറ്റൻസ് സച്ച് എസ് ലാസ്റ്റ്, എഗോ, യെസ്റ്റർഡേ. ഫോർ എക്സാമ്പിൾ, ജെയിംസ് മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം ജെയിംസ് ഒരു അപകടത്തെ നേരിട്ടു. ദ ബ്രിട്ടീഷ് റെയിൻഡ് ഓവർ ഇന്ത്യ 70 years ago. 70 വർഷം മുൻപ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചു. തേർഡ്, ടു എക്സ്പ്രസ് എ ഹാബിച്വൽ ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഐ പ്രാക്ടീസ്ഡ് എവറി ഡേ ഫോർ മൈ എൻട്രൻസ് എക്സാം.
ഞാൻ എല്ലാ ദിവസവും എൻട്രൻസ് എക്സാമിനായി പരിശീലിച്ചു. ഫോർത്ത്, ടു എക്സ്പ്രസ് ആഡ്വേർബ്സ് സച്ച് ആസ് സിൻസ്. സിൻസ് പോലെയുള്ള ആഡ്വർബിനോട് നാം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് നോട്ട് സ്മോക്കിംഗ് എനിമോർ സിൻസ് ഹി റിസീവ്ഡ് ദ കൗൺസിലിംഗ്. കൗൺസിലിംഗ് ലഭിച്ചതിന് ശേഷം അദ്ദേഹം പുക വലിക്കുന്നില്ല. ഇവിടെ നോക്കിക്കേ, സിൻസ് എന്ന ആഡ്വർബ് കഴിഞ്ഞ ഉടൻ തന്നെ നാം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹി ഈസ് വർക്കിംഗ് ഡേ ആൻഡ് നൈറ്റ് സിൻസ് ഹി കെയിം ടു ദ സിറ്റി. സിറ്റിയിൽ വന്നത് മുതൽ അവൻ രാവും പകലും എന്നില്ലാതെ വർക്ക് ചെയ്യുന്നു. ഫ്രണ്ട്സ്, ഇതുവരെ നാം പറഞ്ഞ സെൻറ്റൻസുകളും എക്സാമ്പിൾസൊക്കെ ഒരു പോസിറ്റീവ് സെൻറ്റൻസിനെ ബേസ് ചെയ്തതാണ്. സെൻറ്റൻസുകളെ നാം ഒബ്സർവ് ചെയ്താൽ അഫർമേറ്റീവ് സെൻറ്റൻസുകളുണ്ട്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസുകളുണ്ട്, ഇംപറേറ്റീവ് സെൻറ്റൻസുകളുണ്ട്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളുണ്ട്. അഫർമേറ്റീവിലെ പോസിറ്റീവ് സെൻറ്റൻസുകളാണ് നാം നോക്കിയത്. ഇനി നെഗറ്റീവ് അഫർമേറ്റീവ് സെൻറ്റൻസ് എങ്ങനെ പറയണമെന്ന് നോക്കാം. ലെറ്റ്സ് സീ ഹൗ ടു മേക്ക് എ നെഗറ്റീവ് അഫർമേറ്റീവ് സെൻറ്റൻസ് ഇൻ സിമ്പിൾ പാസ്റ്റ്. വാട്ട് ഈസ് നെഗറ്റീവ് സെൻറ്റൻസ്? നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ ഇതുവരെ നാം ഉണ്ട് എന്ന് പറഞ്ഞ കാര്യം ഇല്ല എന്ന് പറയുന്നതാണ് നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നെഗറ്റീവ് സെൻറ്റൻസ് ആക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഹി ഡിഡ് നോട്ട് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. നമുക്കൊരു ചെറിയ ഫോർമുല പഠിക്കാം. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ നെഗറ്റീവ് സെൻറ്റൻസ് പറയാൻ വളരെ എളുപ്പമായിരിക്കും. ഫോർമുല ഇതാണ്: സബ്ജക്റ്റ് പ്ലസ് ഡിഡ് നോട്ട് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഓബ്ജക്റ്റ് ഓർ ആഡ്വർബ്. ഒന്നുകൂടെ പറയാം: സബ്ജക്റ്റ് പ്ലസ് ഡിഡ് നോട്ട് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഓബ്ജക്റ്റ് ഓർ ആഡ്വർബ്. ഫോർ എക്സാമ്പിൾ, ഷീ ഡിഡ് നോട്ട് നോ അബൌട്ട് മീ. അവൾക്ക് എന്നെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഹി ഡിഡ് നോട്ട് ഹാവ് എ കാർ. അവനൊരു കാർ ഇല്ലായിരുന്നു. വി ഡിഡ് നോട്ട് ഗോ ടു ദ ബാങ്ക്. ഞങ്ങൾ ബാങ്കിൽ പോയില്ല. ഈ പറഞ്ഞ സെൻറ്റൻസുകളെ ഒന്ന് ശ്രദ്ധിക്കണേ. സിമ്പിൾ പാസ്റ്റിൽ നെഗറ്റീവ് സെൻറ്റൻസ് പറയുമ്പോൾ സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ് അല്ല കൊടുക്കുന്നത്, മറിച്ച് ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബാണ് കൊടുക്കുന്നത്. അടുത്തതായി ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ സെൻറ്റൻസ് വിച്ച് ആസ്ക് ക്വസ്റ്റ്യൻസ്. സിമ്പിൾ പാസ്റ്റിലെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒത്തിരി അവസരങ്ങളുണ്ട്. നാം ഫ്രണ്ട്സിനോടൊക്കെ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ലൈക്ക്, എടാ നീ കഴിച്ചോ? ഇന്നലെ ഷോപ്പിംഗ് പോയോ? ഇന്നലെ അമ്മയെ വിളിച്ചോ? ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ ഇത് വളരെയധികം പ്രയോജനപ്പെടും. വീണ്ടും നാം ഒരു ചെറിയ ഫോർമുല പഠിക്കാം. ഫോർമുല ഇതാണ്: ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഓബ്ജക്റ്റ് ഓർ ആഡ്വർബ്. ഫോർ എക്സാമ്പിൾ, ഡിഡ് യു ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? നീ നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഡിഡ് ജോയൽ കം ടു ദ പാർട്ടി? ജോയൽ പാർട്ടിക്ക് വന്നോ? ഡിഡ് ഇറ്റ് റെയിൻ ഓൺ സൺഡേ? സൺഡേ മഴ പെയ്തോ? ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൽ അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ക്വസ്റ്റ്യൻ ഫോം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ WH ഫാമിലിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. എന്താണ് WH ഫാമിലി? WHൽ തുടങ്ങുന്ന വാക്കുകൾ ലൈക്ക് വാട്ട്, വെൻ, വെയർ, whom, who, why, etc. അങ്ങനെയുള്ള അവസരങ്ങളിൽ മുകളിൽ പറഞ്ഞ ഫോർമുലയിൽ ഡിഡിന് മുൻപ് WH ക്വസ്റ്റ്യൻ വേർഡ് ഇട്ടാൽ മാത്രം മതി. വാട്ട് പ്ലസ് ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഓബ്ജക്റ്റ് ഓർ ആഡ്വർബ്. ഫോർ എക്സാമ്പിൾ, വാട്ട് ഡിഡ് ദ മാസ്റ്റർ ടെൽ ഹിസ് സെർവൻസ്? മാസ്റ്റർ തൻ്റെ ദാസന്മാരോട് പറഞ്ഞത് എന്ത്? ഹൗ ഡിഡ് ദ ആക്സിഡൻറ്റ് ഹാപ്പൻ? അപകടം എങ്ങനെ സംഭവിച്ചു? വേർ ഡിഡ് യുവർ പാരൻസ് ഗോ? നിങ്ങളുടെ മാതാപിതാക്കൾ എവിടെ പോയി? സോ ഗായ്സ്, നിങ്ങളെല്ലാവർക്കും കുറച്ചൊക്കെ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് പഠിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായി പഠിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഒരു തവണ കണ്ടതുകൊണ്ടോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടോ മനസ്സിലാക്കണമെന്നില്ല. അധിക തവണ വീഡിയോ കാണുക, പ്രാക്ടീസ് ചെയ്യുക, ഫോർമുല പഠിക്കുക. പാരൻസ് ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളോട് ടെൻസിൻ്റെ ഫോർമുല പഠിക്കുവാൻ എൻകറേജ് ചെയ്യുക. അധിക തവണ പ്രാക്ടീസ് നൽകുക. Thank you so much for watching this video. Hope you guys understand and enjoyed this session. See you with the next video. Till then, stay safe.